മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ ബോൺ ഇലക്ട്രിക് വാഹനമാണ് എൻ്റെ കൂടെ ഉള്ളത്, BE6e. അപ്പോൾ ബി എന്ന് പറയുന്നത് വെച്ചാൽ ബോൺ ഇലക്ട്രിക്കിൻ്റെ ആ ഒരു സിമ്പിളാണ്. അപ്പോൾ ഈ വാഹനത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ രണ്ട് ഓപ്ഷനുള്ളൂ, ഒന്നല്ല ഹിറ്റ് അല്ലെങ്കിൽ മിസ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാതെ ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടില്ലെങ്കിൽ തീരെ ഇഷ്ടപ്പെടില്ല. സോ നമുക്ക് ഈ വാഹനത്തിൻ്റെ ആ ഒരു ഷേപ്പും അതുപോലെ തന്നെ ഫ്രണ്ട് ഡിസൈനും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ ഈ വാഹനത്തിനകത്ത് ഭയങ്കര മിനിമലിസ്റ്റിക് ആണ് കുറേ കാര്യങ്ങൾ, പക്ഷേ കുറേ ഫ്ലാംബോയിങ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഉണ്ട്. അപ്പോൾ ഈ വാഹനത്തിനകത്തുള്ള മിനിമലിസ്റ്റിക് കാര്യം എന്താ വെച്ചാൽ ഈ വാഹനത്തിൻ്റെ ഹെഡ് ലാംപ്സ് ആണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് ഇതിൻ്റെ ഹെഡ് ലാംപ്സ് വന്നിട്ടുള്ളത്. ഹെഡ് ലാംപ്സ് ഫീച്ചേഴ്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഒരു പ്രൊജക്ടറല്ല, രണ്ട് പ്രൊജക്ടേഴ്സാണ്. അതായത് സിംഗിൾ പ്രൊജക്ടിനകത്ത് ഡിമ്മും ബ്രൈറ്റും ഈ വാഹനം നൽകും. അതിൻ്റെ കൂടെ തന്നെ ഒരു ആഡ് ഓൺ ബൂസ്റ്റർ ലാമ്പ് കൂടി ഉണ്ട്, നമ്മൾ XUV 700 കണ്ട സെയിം ലൈറ്റിംഗ്. അപ്പോൾ 80 കിലോമീറ്ററിന് മുകളിൽ പോയി കഴിഞ്ഞാൽ അതൊരു ആഡ് ഓൺ ലൈറ്റായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഈ ഒരു വാഹനത്തിന് ഭയങ്കര സ്ലീക്കാണ് ഇതിൻ്റെ ആ ഒരു ഹെഡ് ലാമ്പിൻ്റെ ഡിസൈനിങ്. ആക്ച്വലി നമ്മൾ XUV 700 സെയിം ഔട്ട്പുട്ടാണ് നൽകുന്നത് പവറിൻ്റെ കേസിൽ. സോ ആ ഒരു വലുപ്പം നല്ല രീതിയിൽ കുറച്ചുണ്ട് ഈ ഒരു ഡിസൈനിനെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് DRLs കാണാൻ പറ്റും. ആക്ച്വലി 3 DRLs ആണ്, 1, 2, 3. അത് ഈ ഒരു ഷേപ്പിനനുസരിച്ച് ഇവിടെ കൃത്യമാക്കി വെച്ചിട്ടുണ്ട്. സംഭവം ഇലക്ട്രിക് വാഹനമാണ്, പക്ഷേ നമുക്കിവിടെ ആ ഒരു ഡാമ്പ് കാണാൻ സാധിക്കും. അതായത് ശരിക്കും പറഞ്ഞാൽ എയർ ഇൻടേക്കിന് വേണ്ടിയിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ ഉള്ളത്. അത് മാത്രമല്ല ഇവിടെ ഒരു 360 ഡിഗ്രിയുടെ പാർക്കിംഗ് ക്യാമറ കൂടി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാഹനത്തെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം ഒന്നും അടി തട്ടില്ല, കാരണം അത്രത്തോളം ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ വാഹനത്തിന് ഏകദേശം 200 mm മുകളിലാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അപ്പോൾ ഇതായിരുന്നു ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഫേസ്. ഇനിയുണ്ട് രസകരമായിട്ടുള്ള കാര്യങ്ങൾ. ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ആക്ച്വലി ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വാഹനം EV ആണ്. അപ്പോൾ ഈ വഴി കാറ്റ് കയറി പോയി കഴിഞ്ഞാൽ ഈ വാഹനത്തിനെ അത്രത്തോളം ഡ്രാഗ് കോയിഫിഷ്യൻ്റ് ആക്കുന്ന കൂടി പറയാം. അതുമാത്രമല്ല ഈ വാഹനത്തിൻ്റെ ഫ്രങ്കിൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ആഡ് ഓൺ സ്പേസും കൂടി ഉണ്ട്. അതായത് 45 ലിറ്ററിൻ്റെ സ്പേസും കൂടി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഫേസ് എന്നുള്ളത്. ഇനി ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ ഇൻ ഗ്ലോ പ്ലാറ്റ്ഫോമാണ്. അതെന്താണെന്നല്ലേ അത് ഞാൻ ആക്ച്വലി സൈഡിൽ നിന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇൻ ഗ്ലോ പ്ലാറ്റ്ഫോമിൻ്റെ അർത്ഥം വേറെ ഒന്നുമല്ല, അതായത് ഈ ഒരു വാഹനത്തിൻ്റെ A to Z കാര്യങ്ങളെല്ലാം ഈ വാഹനം ഇലക്ട്രിക് ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ടെന്ന് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ പല കാര്യങ്ങളും, പ്രത്യേകിച്ച് അകത്തുള്ള സ്പേസ്, ഗ്രൗണ്ട് ക്ലിയറൻസ്, അതുമാത്രമല്ല ഈ ഒരു വാഹനത്തിൻ്റെ ആ ഒരു ഫ്ലോറൊക്കെ കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ആയിരിക്കും. അതൊക്കെ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ടയർ സൈസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ 20 ഇഞ്ചിൻ്റെ ടയേഴ്സാണ്. അപ്പോൾ ഈ ഒരു അലോയിനൊക്കെ പ്രത്യേകത ഉണ്ട്, കാരണം EVക്ക് എപ്പോഴും അറിയാം ആ ഒരു ഡ്രാഗിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം ഡിസൈൻ ചെയ്യുക. അപ്പോൾ ഈ വാഹനം ഒരു കൂപ്പയാണ്, പക്ഷേ ഇതിനെവിടേക്കോ ഒരു SUV ഫീൽ നൽകാനായിട്ട് ഈ ക്ലാഡിങ്ങിലെ കളറിൻ്റെ ചേഞ്ച് ആക്ച്വലി സഹായിക്കുന്നുണ്ട്. ഈ മാത്രമേ പല സ്ഥലത്തും നമുക്ക് QR കോഡ് കാണാൻ സാധിക്കും. ഇത് എന്താണെന്നുള്ള കാര്യം നമുക്ക് ആക്ച്വലി സ്കാൻ ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്കും സ്കാൻ ചെയ്യാം. ഈ ഒരു ഏരിയയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഈ വാഹനം കുറച്ചും കൂടി സ്ക്വയറിഷ് ആണ് ഈ വാഹനത്തിൻ്റെ ORVM. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറയും കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഒരു ഇൻഗ്ലോ പ്ലാറ്റ്ഫോം ആയപ്പോൾ കിട്ടുന്ന കുറേ ഗുണങ്ങളാണ് എൻ്റെ ഭാഗമായിട്ട് ഈ വാഹനത്തിനകത്ത്. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും more than 200 mm ഗ്രൗണ്ട് ക്ലിയറൻസ്. സോ ഏത് സ്ഥലത്തും ഈ വാഹനത്തിനെ കൊണ്ടുപോകാം. അതായത് ഈ വാഹനത്തിൻ്റെ ബാറ്ററിയില്ലേ, ആ ബാറ്ററിന് താഴേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ് 200ൻ്റെ മുകളിൽ. സോ ഇത് 200ൻ്റെ മുകളിലാണ്. അപ്പോൾ അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇനി ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ XUV 700 കണ്ട സെയിം ഹാൻഡ് ബാഗ്സ് ആണ്. അതുമാത്രമല്ല നമുക്ക് ആക്ച്വലി NFC കൂടി സപ്പോർട്ട് ചെയ്യും. അടിപൊളി. അപ്പോൾ A പില്ലർ B പില്ലർ അതിന് ശേഷമാണ് ഈ വാഹനം പ്രോപ്പർലി കേവ് ആവുന്നത്. അത് ആക്ച്വലി സ്ക്വയറിഷ് ആയിട്ടുള്ള ഒരു കേവാണ്. ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ എൻ്റെ ഫേവറേറ്റ് അല്ല, പക്ഷേ കുറച്ചുകൂടി ഡിസൈൻ ആസ്പെക്ട്സ് നന്നാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ കൈ അഡ്ജസ്റ്റ് ചെയ്താൽ കയറുന്നുള്ളൂ. അപ്പോൾ ഇത് പ്രാക്ടിക്കലി ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് കാര്യം പറയാം. ഈ ഒരു ഏരിയയിൽ ഈ വാഹനത്തിൻ്റെ ഈ ഒരു ഷേപ്പ് ആക്ച്വലി കേവ് ചെയ്തെടുത്തിട്ട് ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ആക്ച്വലി സ്ലൈഡ് ചെയ്തിട്ട് ഇറക്കിയിട്ടുണ്ട്. ഈ വാഹനത്തിനകത്ത് ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് എവിടെയൊക്കെ ഉറൂസിൻ്റെ ഫീൽ നൽകുക. നമുക്ക് റിയർ നോക്കാം. ഇനി ഈ ഒരു ഏരിയ ആക്ച്വലി ഈ വാഹനത്തിൻ്റെ അകത്ത് പല സ്ഥലത്തും ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈനിങ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്പോയിലേഴ്സൊക്കെ നമുക്ക് എവിടെയൊക്കെ ഉറൂസിൻ്റെ ഫീൽ കിട്ടും. അതാണ് ഞാൻ സൈഡിൽ പറഞ്ഞത്, എവിടെയോ ഉറൂസിൻ്റെ ഒരു ഫീൽ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇതാണ് ഈ വാഹനത്തിൻ്റെ റിയർ എൻഡ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹിറ്റ് അല്ലെങ്കിൽ മിസ്സാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാതെ ഇഷ്ടപ്പെടും. ഞാൻ എൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞുതരാം. കാണുമ്പോൾ നമുക്ക് ഒരു കണക്റ്റഡ് ടെയിൽ ലാംപ്സ് പോലെ തോന്നിയെങ്കിൽ പോലും ഇതിനകത്ത് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ഫീച്ചർ എന്താ വെച്ചാൽ ഈ ഒരു വാഹനത്തിൻ്റെ ടെയിൽ ലാംപ്സ് പാട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെസ്ലയിലൊക്കെ കണ്ടിട്ടില്ലേ, അപ്പോൾ അതുപോലെ ഇത് ഡാൻസിങ് ലൈറ്റ്സ് ആയിട്ട് മാറാൻ ഹെൽപ്പ് ചെയ്യും. സോ അതാണ് എൻ്റെ ഏറ്റവും വലിയ ഫീച്ചർ. അത് മാത്രമല്ല നമുക്കിവിടെ ആക്ച്വലി ഈ ഒരു ഭാഗത്ത് LEDs ഉണ്ട്. അപ്പോൾ ഈ LEDസിൻ്റെ ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഈ വാഹനത്തിനകത്ത് പല ആനിമേഷൻസും ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പുതിയ ആ ഒരു BE വാഹനങ്ങളുടെ ലോഗോ കാണാൻ സാധിക്കും. അപ്പോൾ BE6യുടെ ബാഡ്ജിങ് കാണാൻ സാധിക്കും. അതല്ലാതെ ഈ ഒരു ഏരിയയിൽ ഈ ഒരു ബമ്പറിൻ്റെ ഡിസൈനിങ് ഒക്കെ അതിഗംഭീരമായിട്ടുള്ള കേസിൽ പറയാം. സെൻസേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ റിയറിൽ നമുക്കൊരു പാർക്കിംഗ് ക്യാമറ കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ള ഈ വാഹനത്തിൻ്റെ ബൂട്ടാണ്. സ്പേഷ്യസ് ആയിട്ടുള്ള ബൂട്ടാണ്. പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല.
ഓട്ടോമാറ്റിക് ആണ് ഇതിൻ്റെ ഓപ്പണിംഗ്. അപ്പോൾ ഇതിൻ്റെ സ്പേസ് നോക്കുകയാണെങ്കിൽ മോർ ദാൻ 400 ലിറ്റേഴ്സ് ഓഫ് സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു 12 വോൾട്ടിൻ്റെ ഒരു സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്, ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഫാമിലിക്ക് വേണ്ട സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബൂട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ടച്ച് ചെയ്യാം, അല്ലെങ്കിൽ വലിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആക്ച്വലി ഫുൾ ഓപ്ഷൻ്റെ അകത്ത് വലിക്കേണ്ട ആവശ്യമില്ല, ടച്ച് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കലി ഇതടയും. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ മാത്രം ഏറ്റവും വലിയ പ്രത്യേകത ഈ കാണുന്ന പുറത്തല്ല, അകത്താണ്. അപ്പോൾ ഞെട്ടാൻ തയ്യാറാണെങ്കിൽ പോരെ എൻ്റെ കൂടെ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഈ സംഭവമാണ്, അതായത് അൺബിലീവബിൾ ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സ്. നമ്മൾ സ്കെച്ചസിൽ കണ്ട് നോർമലി സ്കെച്ചസിൽ കാണുന്ന സാധനം ഒന്നും റിയലിസ്റ്റിക് ആയിട്ട് വരാറില്ല. പക്ഷേ എൻ്റെ കിളി പോയെന്ന കാര്യം പറയാം. അപ്പോൾ കിളി എവിടേക്കാണ് പോയത്? സ്റ്റാർട്ടിങ് ഫ്രം ദ സീറ്റ്. അപ്പോൾ പവേർഡ് ആയിട്ടുള്ള സീറ്റാണ്, അതിൻ്റെ അകത്ത് വലിയ സംഭവമില്ല. പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ അതിനകത്ത് 3 മെമ്മറി ഫങ്ഷൻസ് ഉണ്ട്. ആക്ച്വലി ഗംഭീരമാണ്. അതുമാത്രമല്ലാതെ ഈ മാത്രം ഏറ്റവും പ്രത്യേകിച്ച് വെന്റിലേറ്റഡ് ആയിട്ടുള്ള സീറ്റ്സ് ആണ്. ലംബാർ സപ്പോർട്ട് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ 3 മെമ്മറി ഫങ്ഷൻസ് ഉണ്ട്. ഇതാണ് ഈ സീറ്റിൻ്റെ പ്രത്യേകത. സീറ്റിൽ മാത്രമല്ല പ്രത്യേകത, അകത്ത് കയറുന്ന കാണിച്ചു തരാം. യെസ്, ഫസ്റ്റ് പ്രത്യേകത, ഈ ഒരു ഡോറ് ഞാൻ വലിക്കുമ്പോൾ ഇതൊക്കെ ഞാൻ പോർഷയിൽ കണ്ടിട്ടുള്ളൂ. അപ്പോൾ മഹീന്ദ്ര പോർഷയുടെ എത്രത്തോളം വലുതാവുന്നെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം. ആക്ച്വലി കേർവ്ഡ് ആയിട്ടുള്ള ഒരു കോക്പിറ്റാണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല മിക്ക ആളുകളും കംപ്ലയിൻറ്റ് ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ മഹീന്ദ്രയുടെ അടുത്ത് ക്വാളിറ്റി എന്ന സാധനം ഇല്ല എന്നാണ്. പക്ഷേ ഇനി ആർക്കും അത് പറയാൻ സാധിക്കില്ല. ഈ കാണുന്ന പവർ വിൻഡോ സ്വിച്ച് ആണെങ്കിലും ഈ ഒരു മിററിൻ്റെ കൺട്രോൾസ് ആണെങ്കിലും ബാക്കി എല്ലാ കാര്യങ്ങളും ഈവൻ ലോക്ക് വരെ സോളിഡ് ബിൽട്ടാണ്. സോ സ്റ്റാർട്ടിങ് ഫ്രം ദ സ്റ്റീറിംഗ് വീൽ, അപ്പോൾ ടാറ്റേനൊക്കെ എവിടെയൊക്കെ ഓർമ്മിപ്പിക്കും. ആക്ച്വലി ബോൺ ഇലക്ട്രിക്. ലെഫ്റ്റ് സൈഡിലെ വോളിയം കൺട്രോൾസ്, മോഡ് ഉണ്ട്, ഇവിടെ മെനു ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒബ്വിയസ്ലി ഇതെല്ലാം മാത്രം കാണുമല്ലോ. അത് മാത്രമല്ല ഈ ഒരു വാഹനം EV ആയതുകൊണ്ട് നമുക്ക് ഈ വാഹനത്തിൻ്റെ പാഡൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തത് ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് പ്ലേസിലാണ്. ഇതിന് പറയുന്ന പേര് ആക്ച്വലി റൗണ്ട് അല്ല, ഹെക്സഗൺ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയും. ഈ ഒരു ഭാഗം ഇതിലൊക്കെയാണ് നമുക്ക് ആ ഒരു ക്വാളിറ്റി കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്നത്. സോ സ്റ്റാർട്ടിങ് ഫ്രം ദ ഈ വാഹനത്തിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ്, അപ്പോൾ ഡുവൽ ഇൻഫോർടൈൻമെൻ്റ് ആണ്. ഡുവൽ ഇൻഫോർടൈൻമെൻ്റ് അകത്തുള്ള പ്രത്യേകത, ഈ വാഹനത്തിനകത്ത് ഇപ്പോൾ സ്നാപ്ഡ്രാഗൺ കോൾകോമിൻ്റെ ചിപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ആ ഒരു ഫ്ലൂയിഡിക് നേച്ചർ വന്നിട്ടുണ്ട്, ടൊണാലിറ്റി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇപ്പോൾ ആക്ച്വലി വോള്യൂം കുറയ്ക്കട്ടെ, FM ഓൺ ആയതാണ്. യെസ്. അപ്പോൾ നോർമലി പഴയ മഹീന്ദ്ര വാഹനങ്ങൾ ഇങ്ങനെ പിടിച്ച് ഇളക്കിയാൽ പോലും ഒന്നാവില്ല. ഇത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് അത്രത്തോളം ഫാസ്റ്റാണെന്ന് പറയാം. ഇനി ഈ ഒരു ഏരിയ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആക്ച്വലി ഒരു കുഴി പോലെ കാണാം. അപ്പോൾ ഇതെന്താ സംഭവം അറിയോ? ഇതാണ് ഈ വാഹനത്തിനകത്ത് വരുന്നത് ഓഗ്മെൻറ്റഡ് HUD. അപ്പോൾ ഓഗ്മെൻറ്റഡ് HUDയിൽ വരുന്ന ഗുണം എന്താ വെച്ചാൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നാവിഗേഷൻസ് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അതുമാത്രമല്ല അതിപ്പോൾ ഒരു ചെരുവ് അല്ലെങ്കിൽ ഒരു തിരിവ് വരണം, ആ തിരിവ് എങ്ങനെ തിരിയേണ്ടെന്ന് വരെ ഈ വാഹനം കാണാം. അപ്പോൾ മെർസിഡീസിൻ്റെ GLC അങ്ങനത്തെ വാഹനങ്ങളൊക്കെ ഉണ്ട്. സോ അതെല്ലാം ഇപ്പോൾ ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അത് അതിൻ്റെ പ്രൈസ് നമുക്കറിയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ 4 പ്രൈസിൽ നമുക്കത് കിട്ടുന്നുണ്ട്. ഇനി ഇതിന് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഇതിൻ്റെ ഡാഷ്ബോർഡാണ്. അപ്പോൾ ഡാഷ്ബോർഡ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, വൺ ഓഫ് ദ ലോങ്കസ്റ്റ് ഡാഷാണ്. ഇവിടെയാണ് ഇതിൻ്റെ ആ ഒരു എയർ ബാഗൊക്കെ വരുന്നത്. ക്രേസി ഡാഷ്ബോർഡ് എന്ന് പറയാം. കളർ കോമ്പിനേഷൻ ടോപ്പ് നോച്ച്. പിന്നെ ഈ ഒരു സംഭവം, അപ്പോൾ നമുക്ക് തോന്നും ജസ്റ്റ് ഒരു സംഭവം ഇവിടെ വെച്ചു എന്ന്. ആക്ച്വലി അങ്ങനെയല്ല. ഇവിടെ AC വെൻറ്റ് ഉണ്ട്. അതുമാത്രമല്ല AC വെൻറ്റിൻ്റെ കൂടെ തന്നെ ഇവിടെ നമുക്ക് ഒരു ആംബിയൻ ലൈറ്റിംഗ് കൂടി കൊടുത്തിട്ടുണ്ട്. സോ ഇതും നല്ലതാണ്. അതുമാത്രമല്ല ഇതിൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷൊക്കെ ഒരു രക്ഷയില്ലെന്ന് പറയാം. അതുമാത്രമല്ല ഈ ഒരു AC വെൻറ്റ്സും നമുക്കിങ്ങനെ സ്പ്രെഡഡ് ആണ്. സോ ഇപ്പോൾ പോയിൻറ്റഡ് അല്ലാത്ത രീതിക്ക് നമുക്ക് മൊത്തം ഒന്ന് സ്പ്രെഡായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ സാധിക്കും. 10 out of 10 അതും പറയാം. അതുമാത്രമല്ല ഇവിടെ നമുക്ക് ചെറിയൊരു ഗ്ലോ ബോക്സും കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വാഹനത്തിൻ്റെ ഈ ഒരു ഏരിയയിൽ നോക്കുകയാണെങ്കിൽ IRVM ഓട്ടോ ആണ്. അത് വലിയ അത്ഭുതമല്ല. ഈ ഒരു ക്യാമറ അത് നോർമലി നമ്മൾ കാണാൻ സാധിക്കില്ല വണ്ടിയിൽ. ഇപ്പോൾ ഈ ക്യാമറ എന്താ ചെയ്യുക വെച്ചാൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് പുറക്കം വരികയാണെങ്കിൽ ഈ ക്യാമറ ഡിറ്റക്ട് ചെയ്യും. അതുമാത്രമല്ല ഇതൊരു DVR പോലെ വർക്ക് ചെയ്യും. അത് ഞാൻ ഈ വാഹനം വീട്ടിൽ ലോക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ബൈ ചാൻസ് കള്ളൻ അകത്ത് കയറി കഴിഞ്ഞാൽ ആ കള്ളൻ്റെ ഫോട്ടോ നമുക്ക് ഫോണിൽ കാണാൻ സാധിക്കും. ഇതൊക്കെ ആക്ച്വലി കോക്പിറ്റ് ഇൻസ്പയർഡ് ആണ്. ഇപ്പോൾ ഹസാർഡ് ലൈറ്റ്, ബൂട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല ഈ വാഹനത്തിനകത്ത് ഓട്ടോ പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ നോർമലി ഓട്ടോ പാർക്കിംഗ് നമ്മൾ കണ്ട ഫീച്ചറാണ്. വണ്ടീനെ നമുക്ക് പാർക്ക് ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ലാതെ ഈ ഓട്ടോ പാർക്ക് ആക്ച്വലി പുറത്തുനിന്ന്, അതായത് നമുക്ക് ഫോണിൽ നിന്ന് പാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ 1 കോടി 2 കോടിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഫീച്ചേഴ്സാണ്. അപ്പോൾ ആ ഒരു സംഭവമുണ്ട്. ഈ മാത്രമത് പനോറമിക് മൂൺ റൂഫാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മൂൺ റൂഫിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ കാണുന്നതൊക്കെ നമുക്കൊരു വര പോലെ തോന്നിയെങ്കിലും ഇതിൻ്റെ അകത്ത് എത്രയോ മില്യൺ ലൈറ്റിങ്സ് ഉണ്ട്. സോ ഇതെല്ലാം രാത്രി നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ നമ്മുടെ ജേണി അടിപൊളിയാക്കും. ഇനി എൻ്റെ ഫേവറേറ്റ് പാർട്ടാണ് ഈ വാഹനത്തിനകത്ത് വന്ന മ്യൂസിക് സിസ്റ്റം, ഹാമൻ കാർഡോണിൻ്റെ വിത്ത് ഡോൾബി അറ്റ്മോസ്. അപ്പോൾ നോർമലി 2 കോമ്പിനേഷൻ വരാറില്ല. അതുമാത്രമല്ല സ്പെഷ്യലി ഇതിന്
പുറത്ത്, അതായത് US-ത്തെ സൗണ്ട് എഞ്ചിനീയേഴ്സാണ് ഇത് ട്യൂൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ എന്തായാലും നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യും. അപ്പോൾ 10 out of 10, അതായത് ഇപ്പോൾ ഞാൻ പറയാം ഒരു ബർമിസ്റ്ററാണ് എൻ്റെ ഒരു ബേസിക് ലെവലെങ്കിൽ ബർമിസ്റ്ററിനെക്കാട്ടിലും അതിനേക്കാളും കൂടി നിൽക്കുന്ന ഒരു ഔട്ട്പുട്ടാണ്. അപ്പോൾ 1400 watts ആണ്, 16 സ്പീക്കേഴ്സ് വരുന്നുണ്ട്, 16 ചാനൽ ആംപ്ലിഫയർ വരുന്നുണ്ട്. സോ ഇതെല്ലാം പറയുന്നത് വെച്ചാൽ എനിക്ക് പറയാൻ പറ്റും വൺ ഓഫ് ദ മോസ്റ്റ് ആൻഡ് വൺ ഓഫ് ദ വണ്ടർഫുൾ സൗണ്ട് സിസ്റ്റമാണ് ഈ ഭാഗത്ത് വരുന്നത്. അപ്പോൾ ഇതായിരുന്നു ഈ ഭാഗത്തിൻ്റെ ആ ഒരു ഫ്രണ്ട്. എൻ്റെ ഹൈറ്റ് 6 feet ആണ്, ഞാൻ കംഫർട്ടബിളാണ്, ബോൾസ്റ്റേഴ്സിന് പ്രശ്നമല്ല, ഹൈറ്റിന് പ്രശ്നമല്ല. അതുമാത്രമല്ല എനിക്ക് താഴ്ത്താനും പറ്റും. വ്യൂവിങ് ആംഗിൾസ് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് എനിക്ക് ഫ്രണ്ടിലൊന്നും കാണില്ല, ഈ ഒരു ഭാഗം മാത്രമേ കാണുള്ളൂ, രണ്ട് സൈഡിലും മുഴച്ച് വെക്കുന്ന പോലെ. പക്ഷേ ഇതൊക്കെ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ഉറപ്പായിട്ട് നോക്കും ഇതൊക്കെ ഡ്രൈവിൽ എന്തെങ്കിലും രീതിക്ക് പ്രശ്നം ഉണ്ടാക്കേണ്ടതെന്ന്. സോ ഇവിടെ ചെറിയൊരു ഗ്ലോ ബോക്സ് ഉണ്ട്, ഇതിനെ തണുപ്പിക്കാൻ സാധിക്കും. ഇനി ഏറ്റവും വലിയ പ്രത്യേകത ഈ ഭാഗത്തിൻ്റെ ഈ കാണുന്ന കീ ആണ്. അപ്പോൾ നമുക്ക് തോന്നില്ല ഇത് കീ ആണ്. അത് മാത്രമല്ല ഇവിടെ ഒരു മാഗ്നറ്റിക് ഹോൾഡറാണ്. ഇപ്പോൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കൊടുത്തിരിക്കും. സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ഉണ്ട്. ഈ ഒരു സംഭവം നമ്മൾ ഫ്ലൈറ്റിലൊക്കെ ടേക്ക് ഓഫ് ചെയ്യുന്ന V1 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആക്കില്ലേ, ആ ഒരു സംഭവം പോലെ ഫീൽ ചെയ്യും. ഇവിടെ ഒരു കപ്പ് ഹോൾഡർ ഉണ്ട്, 2 ഫോണിന് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും, അത് വയർലെസ്ലി ചാർജാണ്. ഈ ഒരു ഏരിയയിൽ ഇവിടെ മാത്രമല്ല എനിക്ക് ചെറുതായിട്ട് ഒരു ക്വാളിറ്റി ഇഷ്യൂ ഫീൽ ചെയ്തത്. ഇതും കൂടി കുറച്ചും കൂടി നല്ല ക്വാളിറ്റി ആണെങ്കിൽ അടിപൊളിയായതിനെ. അപ്പോൾ ഇതായിരുന്നു ഈ ഭാഗത്തിൻ്റെ ഫ്രണ്ട് റോ. ഞാൻ പറഞ്ഞു എപ്പോഴും ഞാനൊരു കൂപ്പേ റിവ്യൂ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ആ ഭാഗത്തിൻ്റെ റിയറിലിരിക്കുമ്പോൾ തല തട്ടുന്നുള്ള കാര്യം നോക്കണം. സോ നമുക്ക് പെട്ടെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഫ്രണ്ടിലിരുന്നപ്പോൾ എനിക്ക് കിട്ടിയ ഫീൽ എന്താ വെച്ചാൽ ഈ ഒരു വാഹനത്തിനകത്ത് എവിടെയും കോംപ്രമൈസ് ചെയ്തിട്ടില്ല ക്വാളിറ്റിയുടെ കേസിൽ. അത് സെയിം സംഭവമാണ്. ഈ ഒരു തട്ട്നെസ് ഒക്കെ അതിൻ്റെ പ്രൂഫാണ്. എനിക്ക് തീരെ വിശ്വസിക്കാൻ പറ്റില്ല ഞാനൊരു മഹീന്ദ്ര വാഹനത്തിനകത്തായിരിക്കണം എന്നുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ വാഹനത്തിലുള്ള എമിനിറ്റീസ് ചെക്ക് ചെയ്യാം. AC വെൻസ് ഉണ്ട്. സോ AC വെൻസിൻ്റെ ഗുണം എന്താ വെച്ചാൽ ക്വാളിറ്റി അടിപൊളിയാണ്, ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് മാത്രമല്ല സീറ്റിൻ്റെ കേസൊക്കെ നോക്കിയാൽ ഫ്യൂച്ചറിസ്റ്റിക് സീറ്റാണ്. അത് മാത്രമല്ല ഇവിടെ നമുക്ക് USB-C കാണാൻ സാധിക്കും. ഇതൊക്കെ മെർസിഡീസിൻ്റെ വാഹനത്തിൽ കാണാൻ സാധിക്കും. അത് മാത്രമല്ല ഇവിടെ നമുക്ക് വേണമെങ്കിൽ ടാബ് ഫിക്സ് ചെയ്യാൻ പറ്റും. സീറ്റ്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കോമ്പിനേഷനാണ്, കുറച്ച് ഫാബ്രിക് മെറ്റീരിയലും അതുപോലെ തന്നെ ഈ ഒരു മെറ്റീരിയലും കൂടി ഉണ്ട്. കംഫർട്ടബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തല തട്ടുന്നില്ല എൻ്റെ ഹൈറ്റിന്. ഇവിടെ ചെറിയൊരു കേവ് വന്നിട്ടുണ്ട്. അണ്ടർ തൈ സപ്പോർട്ട് അത്രത്തോളം ഇല്ല, പക്ഷേ എനിക്ക് കാലകത്തിടാൻ പറ്റില്ല. അപ്പോൾ ഈ മാത്രമേ ഗുണദോഷം പറയാം. അപ്പോൾ ബോൺ ഇലക്ട്രിക് ആകുമ്പോൾ ഗുണം വെച്ചാൽ ഫ്ലാറ്റ് ഫ്ലോറാണ്, 3 പേർക്ക് ഇരിക്കാൻ പറ്റും. പക്ഷേ ഇത് കുറച്ചും കൂടി റേസ്ഡ് ആണ്, കാരണം ബാറ്ററി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ കാല് കുറച്ചും കൂടി പൊങ്ങിയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ 2 പേർക്ക് ഹെഡ് റെസ്റ്റ് ഉണ്ട്, 3-pointed സീറ്റ് ബെൽറ്റ്സ് ഉണ്ട്, കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്, ആംബിയൻ ലൈറ്റിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്. അതുമാത്രമല്ല സറൗണ്ട് സ്പീക്കേഴ്സ് ഉണ്ട്. ഇതൊക്കെയാണ് ഈ ഭാഗത്തിൻ്റെ റിയർ. ആക്ച്വലി ഇവിടെ നമുക്ക് ഇത് പിടിച്ചിട്ട് ഇതിൻ്റെ സീറ്റിനെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. അത് ഡ്രൈവർ ഓടിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിനെ പറ്റിക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയേഴ്സ് ആൻഡ് ഇൻറ്റീരിയേഴ്സ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ്. അതായത് ഫസ്റ്റ് ഡേ ലോഞ്ച് ആയപ്പോൾ ഡിസ്ക്രിപ്ഷൻസ് ആണ്. അപ്പോൾ ഈ വാഹനം ഞാൻ എന്തായാലും ഓടിക്കുമ്പോൾ ഈ വാഹനത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, ഈ വാഹനത്തിൻ്റെ റേഞ്ച്, ഇതിൻ്റെ പവർ, ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. സോ ഹോപ്പ്ഫുള്ളി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ആരെങ്കിലൊക്കെ EV വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ബഡ്ജറ്റ് 20 lakhs ആണ്, അതൊരു 20 to 23 lakhs ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വാഹനം കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇത് തന്നെയാണ് ഇന്നത്തെ ഒരു വീഡിയോൻ്റെ അകത്തുള്ള എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവും അതുപോലെ തന്നെ രസകരമായിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഓൾ തിങ്സ് ഓട്ടോ യൂട്യൂബിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.